പണ്ടത്തെ കാലത്ത് പരീക്ഷ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പേടിസ്വപ്നമായിരുന്നു. ആവശ്യത്തിന് എഴുതാൻ കാണും, അതിനിടയ്ക്ക് സിനിമ കാണാനൊന്നും സമയം കിട്ടത്തില്ല. പുതിയ പുതിയ പടങ്ങളെല്ലാം റിലീസാകുമ്പോൾ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ട് എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അന്നേരമൊക്കെ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, മോഹൻലാലിനെ പറ്റിയും മമ്മൂട്ടിയെ പറ്റിയും സിനിമയെ പറ്റിയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹരമായേനെ, ഫുള്ള് മാർക്ക് മേടിക്കാൻ പറ്റിയേനെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ അധ്യാപകരോ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പോ ഒന്നും നമ്മളുടെ ആ പരാതിയോ ആ പരിഭവമോ ഒന്നും ചെവിക്കൊണ്ടില്ല. 2026 കുട്ടികൾക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വേദി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് മോഡൽ പരീക്ഷ. ഒരു ചോദ്യം വന്നത് കുട്ടികളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. പിന്നെ അവരങ്ങ് ആഹ്ലാദിച്ചു, ആറുമാദിച്ചു, എഴുതി തകർത്തു. കാരണം ലാലേട്ടൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ട് ലാലേട്ടൻ്റെ ജീവിതരേഖ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ഏത് മലയാളിയാണ് സന്തോഷിക്കാത്തല്ലേ? അതുപോലെ കുട്ടികൾ തകർത്തെഴുതി എന്നാണ്. എല്ലാവർക്കും ഫുള്ള് മാർക്ക്, കുട്ടികൾക്ക് സന്തോഷം, ഇത് നോക്കി പേപ്പർ നോക്കിയ അധ്യാപകർക്കും സന്തോഷം. അതാണ് മോഹൻലാൽ. നമ്മളെപ്പോഴും പറയും ലാലേട്ടനില്ലാതെ നമുക്കെന്താ ആഘോഷമെന്ന്. അതെ, ചോദ്യപേപ്പറിലും ലാലേട്ടമയമായി മാറി എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോഴും ദൃശ്യമാധ്യമങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഏതായാലും കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. അവരെ സംബന്ധിച്ച് പരീക്ഷയെന്ന് പറയുന്ന പരീക്ഷ പേടി എന്ന് പറയുന്ന ഒരു നടുക്കുന്ന ഓർമ്മകൾ തന്നെ അല്ലേ? പരീക്ഷയുടെ മാർക്ക് അത് നമ്മളെ കുറച്ച് നാൾ ഈ മാർക്ക് കിട്ടുന്നിടം വരെ ഇങ്ങനെ വിടാതെ പിന്തുടരും. കിടന്നാൽ ഉറക്കം വരത്തില്ല. പരീക്ഷ പേടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഇല്ലാത്തവർ രണ്ട് കൂട്ടരായിരിക്കും. ഒന്നുകിൽ എല്ലാം അറിയാവുന്നവൻ, അല്ലെങ്കിൽ ഒന്നും അറിയാൻ വയ്യാത്തവൻ. ഇവർ രണ്ടുപേരും പേടിയില്ലാത്തവരാണ്. പക്ഷേ മിക്കവാറും ബാക്കിയുള്ളവർക്കെല്ലാം പേടി ഉണ്ടാകും. അപ്പോൾ അതിനിടയിലാണ് ലാലേട്ടനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് റിലാക്സായി അവർ ആ വഴി അങ്ങ് ചിന്തിച്ചു. ഏതായാലും ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ കാര്യങ്ങൾ. ലാലേട്ടൻ്റെ അവാർഡുകൾ, ലാലേട്ടൻ എന്ന് സിനിമയിൽ അഭിനയിച്ചു, ലാലേട്ടൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ലാലേട്ടനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാണ് ജീവിതരേഖ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രസിദ്ധരായ വിദേശ എഴുത്തുകാരെ, ശാസ്ത്രജ്ഞന്മാർ എന്നുള്ളവരെ പറ്റിയൊക്കെയായിരുന്നു നമ്മൾ ജീവിതരേഖ തയ്യാറാക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷേ ഇതെല്ലാം മാറ്റിമറിച്ച് ലാലേട്ടൻ തന്നെ എത്തേണ്ടി വന്നു മലയാള സിനിമയിൽ നിന്ന്. കുട്ടികളെ സംബന്ധിച്ച് ഇതേവരൊരു ഭയങ്കര ആഘോഷമായിട്ടിരിക്കും. പേപ്പർ നോക്കിയ അധ്യാപകരും മാർക്കിട്ട് പൊളിച്ചു കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷത്തിലാണ്, നമ്മൾ സന്തോഷത്തിലാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.